നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ CPM-ഉം BJP-യും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ആ സംഘർഷം നമുക്കറിയാം. ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതനുസരിച്ച് ഈ സംഘർഷത്തിൻ്റെ യഥാർത്ഥ കാരണം CPM പ്രവർത്തകർ BJP-യുടെ ഒരു പ്രവർത്തകയ്ക്ക് നേരെ അപമര്യാദയായി പെരുമാറുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതായത് BJP-ക്ക് ഒരു ഹോൾഡുമില്ലാതിരുന്ന ഒരു സ്ഥലം, അതായത് BJP-ക്ക് വലിയ സ്വാധീനമൊന്നും ഇല്ലായിരുന്ന ആ ഒരു സ്ഥലത്ത് BJP ഇപ്പോൾ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. വട്ടിയൂർക്കാവ് പോലെയുള്ള മണ്ഡലങ്ങളിൽ BJP-ക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത പല മേഖലകളും ഉണ്ടായിരുന്നു. ആ മേഖലകളിലെല്ലാം BJP ഇപ്പോൾ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. അതിൻ്റെ ഫലമായി അവിടെ സംഘർഷമുണ്ടാകുന്നു എന്നാണ് BJP ആരോപിക്കുന്നത്. അതേസമയം BJP പ്രവർത്തകർ സംഘർഷം സൃഷ്ടിക്കുന്നുവെന്നാണ് CPM-ൻ്റെ ആരോപണം. എന്തായാലും അവിടെ ഒരു സംഘർഷമുണ്ടാകുന്നു. BJP-യുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ VV രാജേഷ് അടക്കം ആ പ്രശ്നത്തിൽ ഇടപെടുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നുള്ള BJP-യുടെ കൗൺസിലർമാരെല്ലാം തന്നെ ആ പ്രശ്നത്തിൽ സജീവമായി ഇടപെടുന്നു, നിയമപരമായ വഴികൾ തേടുന്നു. പക്ഷേ BJP പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു പോലീസ് എന്നാണ് BJP ആരോപിക്കുന്നത്. അതായത് BJP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്നും പോലീസ് വാനിലേക്ക് കൊണ്ടുപോകുന്നു. പോലീസ് വാനിലിട്ട് ക്രൂരമായി മർദ്ദിച്ച് പിന്നീട് ഈ മർദ്ദനത്തിന് ഇരയായവരെ, അതിക്രൂരമായി മർദ്ദനത്തിന് ഇരയായവരെ ജനറൽ ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. മേയർ അടക്കമുള്ള നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ടാണ് പോലീസിൻ്റെ ഈ ക്രൂര മർദ്ദനം വെളിച്ചത്ത് കൊണ്ടുവന്നത്. പോലീസിനെതിരെ അതിശക്തമായ സമരമാണ് പിന്നീട് BJP-യുടെ പ്രവർത്തകർ നടത്തിയത്. BJP-യുടെ വനിതാ കൗൺസിലർമാരും മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ മറ്റ് BJP-യുടെ വനിതാ മെമ്പർമാരും എല്ലാം ഇത്തരത്തിൽ ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നു. ഈ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകിയത് നമുക്കറിയാം. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തന്നെയുള്ള ശാസ്തമംഗലം വാർഡിൻ്റെ കൗൺസിലറായിട്ടുള്ള മുൻ DGP ആയിട്ടുള്ള R ശ്രീലേഖയാണ് ഈ സമരങ്ങളെല്ലാം നയിച്ചത്. ഈ സമരത്തിൽ മുദ്രാവാക്യം R ശ്രീലേഖ വിളിച്ചു. ആ മുദ്രാവാക്യം പോടാ പുല്ലേ പോലീസ് എന്നായിരുന്നു. ആ മുദ്രാവാക്യത്തിനെതിരെ പിന്നീട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, അതുപോലെ തന്നെ പോലീസ് അസോസിയേഷൻ നേതാക്കന്മാർ, ഇടത് സംഘടനാ നേതാക്കന്മാർ എല്ലാം തന്നെ ശ്രീലേഖയെ നിലയ്ക്ക് നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. റഹീം, രാജ്യസഭാംഗം റഹീം എല്ലാം ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്നത് നമ്മൾ കണ്ടു. വിരമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്, DGP-ആയി വിരമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് R ശ്രീലേഖ. R ശ്രീലേഖ ഇപ്പോഴും പെൻഷൻ വാങ്ങുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി, പോലീസിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള ഒരു വ്യക്തി, ഒരു കാരണവശാലും പോടാ പുല്ലേ പോലീസ് എന്ന് വിളിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നേതാക്കന്മാർ രംഗത്തെത്തിയത്. ചില സർവീസ് സംഘടനാ നേതാക്കന്മാർ, പോലീസ് അസോസിയേഷൻ നേതാക്കന്മാർ R ശ്രീലേഖയ്ക്കും സെൻകുമാറിനുമെതിരെ അതിനിശിതമായ വിമർശനം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. ഇതിൽ സെൻകുമാർ കഴിഞ്ഞ ദിവസം തന്നെ പ്രതികരിച്ചിരുന്നു. താൻ ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ താൻ ഈ കാര്യങ്ങളിൽ ജനാധിപത്യ വിരുദ്ധമായ, പോലീസിന് നിരക്കാത്ത കാര്യങ്ങൾ, അതായത് പോലീസായാലും നിയമം ലംഘിക്കുന്നത് കണ്ടാൽ പ്രതികരിക്കുമെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. ഈ സംഘടനാ തലപ്പത്തിരുന്നു കൊണ്ട് പോലീസിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്, സെൻകുമാറിനെ പഠിപ്പിക്കാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സഖാക്കൾക്ക്, നേതാക്കന്മാർക്ക് വളരെ കൃത്യമായ മറുപടി കൊടുത്തിരുന്നു. ഇങ്ങനെ പോടാ പുല്ലേ പോലീസ് എന്ന് വിരമിച്ചതിന് ശേഷം വിളിക്കുന്നത് ശരിയാണോ എന്ന ചർച്ച ആ രീതിയിൽ തന്നെ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഈ സമയത്താണ് R ശ്രീലേഖയുടെ മറുപടി വരുന്നത്. ഏതാനും സമയം മുമ്പാണ് ഇത്തരത്തിൽ R ശ്രീലേഖ ഈ വിവാദങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. R ശ്രീലേഖ എഴുതുന്നത് ഇങ്ങനെയാണ്: ഞാൻ പോലീസ് സേനയിൽ ഇരുന്നപ്പോഴും തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പോടാ പുല്ലേ എന്ന് പലപ്പോഴും മുഖത്ത് നോക്കി വിളിച്ചിട്ടുണ്ട്. ഗുരുതര തെറ്റുകൾ, അഴിമതി എന്നിവ ചെയ്യുന്ന പല പോലീസുകാരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ചിലരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. പലർക്കുമെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട്. പല പോലീസുകാരും അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട്. അന്നൊന്നും ആരും, ഒരു രാഷ്ട്രീയ പോലീസ് അസോസിയേഷൻ നേതാവും എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല.
എന്നിട്ടാണോ വിരമിച്ച ശേഷം ഇങ്ങനെ തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന ഒരുത്തനെ പോട എന്ന് വിളിച്ചതിൽ ഇവരൊക്കെ തെറ്റ് കാണുന്നത്? എന്തായാലും ചെയ്ത അപരാധത്തിന് വട്ടിയൂർക്കാവ് SHOയോട് അവധിയിൽ പ്രവേശിക്കാനെങ്കിലും നിർദ്ദേശിച്ചല്ലോ. നല്ല കാര്യം. DGPക്ക് പോലീസ് കമ്മീഷണർക്ക് നന്ദി എന്നാണ് ശ്രീലേഖയുടെ മറുപടി. അതായത് സർവീസിൽ ഇരുന്നപ്പോൾ പോലും പലരുടെയും മുഖത്ത് നോക്കി ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, പോലീസിന് ചേരാത്ത പണി ചെയ്യുന്നവന്മാരെ നോക്കി മുഖത്ത് നോക്കി തന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെയാണോ ഈ പെൻഷൻ വാങ്ങുന്ന സമയത്ത് വിളിച്ചാൽ? ഒരാൾ സർവീസിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതുമൊക്കെ അയാളുടെ സ്വാതന്ത്ര്യമാണ്. സർവീസിലിരിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല. പക്ഷേ പെൻഷൻ വാങ്ങുന്നു എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന പുതിയ ചട്ടക്കൂടുണ്ടാക്കാനാണ് സഖാക്കൾ ശ്രമിച്ചത്. ഈ സഖാക്കൾക്കാണ് ഇപ്പോൾ ശ്രീലേഖ ഉച്ചത്തിൽ മറുപടി പറഞ്ഞിരിക്കുന്നത്, ശക്തമായ മറുപടി പറഞ്ഞിരിക്കുന്നത്. ആ മറുപടി ഇങ്ങനെയാണ്: ഞാനിത് സർവീസിൽ ഇരിക്കുമ്പോൾ പോലും ഭയരഹിതയായി ചെയ്തിട്ടുണ്ട് എന്നാണ്. അതായത് ശ്രീലേഖ ഒരു ശക്തയായ പോലീസ് ഓഫീസറായിരുന്നു, ഒരു ശക്തയായ വനിതയായിരുന്നു, തൻ്റെ നിലപാടുകളിൽ ഉറപ്പിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വനിതയാണ്. ആ നയം ഇപ്പോൾ തൻ്റെ രാഷ്ട്രീയത്തിലും പിന്തുടരുന്നു. അതിനെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട എന്നാണ്. അതായത് ശ്രീലേഖ ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ BJP പ്രവർത്തകരെ എന്തുകൊണ്ട് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചു എന്ന് ചോദിച്ചുകൊണ്ടും ഇത്തരത്തിൽ മർദ്ദനം നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും സിറ്റി പോലീസ് കമ്മീഷണർക്കും അതുപോലെ തന്നെ DGPക്കുമൊക്കെ വാട്സാപ്പ് മെസ്സേജുകൾ അയക്കുകയും ആ മെസ്സേജുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതാണ് സഖാക്കന്മാരെ, അതായത് ഇപ്പോഴും ശ്രീലേഖയ്ക്ക് പോലീസ് സേനയിലുള്ള സ്വാധീനം, അതാണ് സഖാക്കളെ വലിയ രീതിയിൽ വിരളി പിടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രിയെങ്കിലും ചില പ്രധാനപ്പെട്ട CPM നേതാക്കന്മാരാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്. ഒട്ടും അർഹതയില്ലാത്ത കവലച്ചട്ടമ്പിമാരായ ഇത്തരം നേതാക്കന്മാർ സംസ്ഥാനത്തെ പോലീസ് സേനയെ ഒന്നടങ്കം ഭരിക്കുന്നു. DGPയെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെ പോലും നോക്കുകുത്തികളാക്കിക്കൊണ്ടാണ് പോലീസ് സേനയെ ഈ സഖാക്കന്മാർ ഭരിക്കുന്നത്. ഈ ഭരണത്തിനിടയിലാണ് ശ്രീലേഖ ഇത്തരത്തിലൊരു ഇടിച്ചു കയറൽ നടത്തിയത്. അതായത് തൻ്റെ വാക്കുകൾ കേൾക്കുന്ന അല്ലെങ്കിൽ തൻ്റെ വാക്കുകൾക്ക് വില നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും സേനയിലുണ്ട് എന്ന് ശ്രീലേഖ തെളിയിച്ചിരിക്കുന്നു. ഇതാണ് സഖാക്കന്മാരെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീലേഖയ്ക്ക് നേരെ അവർ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത്. വിരമിച്ചു കഴിഞ്ഞാൽ പോലും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവകാശമില്ല, അധികാരമില്ല എന്നൊക്കെ പുതിയ ചട്ടങ്ങൾ ഉണ്ടാക്കി അവർ പ്രചരിപ്പിക്കുന്നത്. ഈ ചട്ടങ്ങളോടാണ് ഇപ്പോൾ പോടാപുല്ലേ എന്നൊരിക്കൽ കൂടി ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത്.